കരുണേ, നീ ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചല്ലേ? അതിന് എന്റെ ഒരു ചെറിയ സമ്മാനം. ഇതുപോലെ സമ്മാനങ്ങളുമായിട്ടേ ഭാര്യയും വന്നായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. എന്താ കരുണ ഇത്? ഏട്ടൻ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുവന്നല്ലേ, അത് വാങ്ങിക്കൂടെ? വാങ്ങിച്ചോ മോളെ. ലക്ഷ്മി, നീ പേടിച്ചാ മതി. കണ്ണനൊന്നുമില്ലെങ്കിലും ഉണ്ണിയുടെ ചേട്ടനല്ലേ. അതിന്റെ മാന്യത എന്താണെങ്കിലും അവൻ കാണിക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്നെക്കാളും മാന്യത കാണിക്കുന്ന കൂട്ടത്തിലാ കരുണയുടെ ചേച്ചി. അതുകൊണ്ട് എന്റെ ഭാര്യ വാങ്ങിക്കൊണ്ടുവന്നത് എന്തായാലും അത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതും വാങ്ങിക്കണമെന്നില്ല. അയ്യോ, അത് മോൾക്ക് നേരത്തെ മഹാലക്ഷ്മിയോടുള്ള ദേഷ്യത്തിന് ചെയ്തതാ. നീ അതങ്ങ് കൊടുക്കണ. ഇങ്ങത്താ ദാ മോളെ. പിടിക്കും മോളെ. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കുണ്ടാക്കല്ലേ കണ്ണാ. നീയും മഹാലക്ഷ്മിയും കൂടെ മോളുടെ ബർത്ത്ഡേക്ക് വീട്ടിലേക്ക് വന്നപ്പോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അത് തന്നെയാ ഇപ്പോഴും പറയുന്നത്. ഇനി ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ നിങ്ങളുടെയും കുഞ്ഞാ. അത് വേണ്ടാന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും എന്റെ അനിയന്റെ അനിയത്തിയുടെയും കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു മത്സരത്തിന് ഞങ്ങളില്ല. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലേ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്ന് തോന്നും. അല്ലെങ്കിലേ കുറച്ചു കഴിയുമ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് തോന്നി തുടങ്ങിയ പിന്നെ തരിശാ കണ്ണാ. ജീവിതം വെറും തരിശാ. അങ്ങനെ തരിശായ ഒരു ജീവിതത്തിൽ സ്നേഹിക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടാവും മുത്തശ്ശി. ഈ അഹങ്കാരം എനിക്ക് സഹിക്കാൻ പറ്റാത്ത. പോട്ടെ മോളെ, അവൻ ആഗ്രഹിച്ചോട്ടെ. ഇനി എത്ര അഹങ്കരിച്ചാലും അവന്റെ പോരായ്മയെ അവനെ വിട്ടു പോകാൻ പോകുന്നില്ലല്ലോ ഈ ജന്മം. ചികിത്സിച്ച ഭേദമാകാത്ത രോഗമുള്ളവൻ അതിന്റെ അമർഷം മാറ്റാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മോള് വിട്ടുകളാ. അപ്പോഴേ ഞങ്ങൾ പോയിട്ട് ഇടയ്ക്ക് വരാം. മോളുടെ മേലൊരു ശ്രദ്ധ വേണം. അമ്മയ്ക്ക് നോക്കും. പിന്നെ ചോദിക്കാനൊരു കാര്യം വിട്ടു. ആ പയ്യനിപ്പോ എങ്ങനെയുണ്ട്? നമ്മുടെ മേഘനെ. അവന് കുഴപ്പമൊന്നും ഇല്ലെന്നാ കേട്ടത്. ആ ഇടിച്ച ലോറിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? ഒന്നും അറിയത്തില്ല. ഏതോ കണ്ണീ ചൊരയില്ലാത്തവന്മാര് കൊണ്ട് ഇടിച്ചിട്ട് പോയതല്ലേ. ആ ലോറി ഓടിച്ചവനും അതിന്റെ മുതലാളിയും മുടിഞ്ഞു പോത്തതേ ഉള്ളൂ. അയ്യോ,
അയ്യോ വിക്കി പോയി പോയി. ഓ അതെ ഹല, ഞാനൊരു ലോറി മുതലാളിയാണേ. അതുകൊണ്ട് മുതലാളി മുടിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഒന്നും വിഷമിച്ചു പോയി. അതാ തലയോട്ട് കയറിയ. അതെ, ഈ ലോറി ഓരോരുത്തർക്കും ഓടിക്കാൻ കൊടുക്കുമ്പോഴേ അവന്മാര് കൊണ്ടുപോയി തട്ടുന്നതിന് മുതലാളി വരെ പഠിച്ചിട്ട് കാര്യമുണ്ടോ ദുർഗേച്ചി? എന്നാലും ഈ ലക്കും ലഗാനും ഇല്ലാതെ പോകുന്ന ഡ്രൈവർമാരെ വെക്കുന്ന മുതലാളിമാരുടെ ഭാഗത്തും തെറ്റുണ്ട് പ്രതാപ. അത് ശരിയാ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ആ എന്നാ പോയിട്ട് വരാം ഉണ്ണിക്കുട്ടാ. താമണ മോളെ അമ്മ, കണ്ണീട്ടിന് ചൊടിപ്പിച്ചു കഴിഞ്ഞാലേ എന്റെ കല്യാണം പോലും ഭംഗിയായിട്ട് കണ്ണീട്ട് നടത്തില്ല. അതാണ് എന്റെയും പേടി. പക്ഷെ അതൊക്കെ അവരോട് പറയാൻ പറ്റുമോ? എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. അനിയത്തി അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോ അവളത് സ്വീകരിച്ചില്ലല്ലേ? എന്തായാലും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൊടുത്തത് തിരിച്ചു തന്നില്ല. അവൾ അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവളാ ഞാൻ. എന്നാൽ അതറിഞ്ഞ എനിക്ക് അസൂയാണെന്നുള്ള രീതിയില അവളും അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത്. അവരൊക്കെ പറയുന്നത് പോലെ ഉണ്ണിക്കും കരുണയ്ക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ലാളിച്ച് നമുക്ക് കാലം കഴിക്കാല്ലേ. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എന്നാ ഒരമ്മയാകാൻ കഴിയുന്ന ഏതൊരു പെൺകുട്ടിക്കും സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനും അവരെ ലാളിക്കാനും ആയിരിക്കും ആഗ്രഹം. ഞാനതേപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല കണ്ണേട്ടാ. എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കില്ലേ? പ്രത്യേകിച്ച് കരുണയൊരു അമ്മയായി കഴിയുമ്പോ അവൾ അവളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുമ്പോ അറിയാതെ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് തന്റെ മനസ്സ് തന്നോട് പറയില്ലേ? അയ്യോ, ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ പരിമിതികൾ തിരിച്ചറിയണം കണ്ണേട്ടാ. ഒരു ജീവിതം സന്തോഷത്തോടെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറവിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതോർത്ത് നമ്മൾ ദുഃഖിക്കാനും പാടില്ല. അതൊക്കെ പോട്ടെ. റിയാസും ജുബാനയും ജർമ്മനിയിൽ എത്തിയ ശേഷം നമ്മുടെ ആ ഫംഗ്ഷന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് തവണ കണ്ടെന്നാ പറഞ്ഞത്. അത് അയച്ചു കൊടുത്തായിരുന്നല്ലേ? എല്ലാം ഒന്നും അയച്ചു കൊടുത്തില്ലല്ലോ. അതൊക്കെ കണ്ട ശേഷം അവരെന്താ പറഞ്ഞേ? ആദ്യം ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ കൊടുത്തു വിട്ടതിനെ വിമർശിച്ചു. അയ്യോ, അത് കൊള്ളത്തില്ലേ? അത് ടേസ്റ്റ് ചെയ്തിട്ടല്ല വിമർശിച്ചത്. അനന്തവും ലേഖയും ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? തന്നെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അനന്തോനേക്കാളും ലേഖയ്ക്ക് അത്ഭുതമായിരിക്കുന്നേ. തന്റെ കാര്യങ്ങള് റിയാസും ജുബാനും പറഞ്ഞ ശേഷം ലേഖയ്ക്ക് തന്നെ കാണണമെന്ന് നിർബന്ധം. അതുകൊണ്ട് അവര് മിക്കവാറും അധികം വൈകാതെ ഇവിടേക്ക് എത്തും. ഇന്നത്തെ കാലത്ത് തന്നെ പോലെ ത്യാഗം ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടാവുമെന്നൊക്കെയാ ലേഖ അവരോടൊക്കെ ചോദിച്ചെന്ന്. ഞാൻ ചെയ്ത ത്യാഗമല്ലെന്ന് ഞാൻ കണ്ണേട്ടനോട് പലതവണ പറഞ്ഞിട്ടില്ലേ? എന്നോട് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അതൊരു ത്യാഗമായിട്ടേ തോന്നൂ. എല്ലാം മറന്ന് ജീവിക്കുന്നതിനിടയിലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ നമ്മളെ വേട്ടയാടും മഹി. ലേഖയുടെ പറച്ചില് ഒരു നേരം പോക്കല്ല. ഇവിടെ തന്നെ കരുണ വിശേഷം അറിയിച്ചു കഴിഞ്ഞു. അത് കേട്ടപ്പോ താനും ഒരുപാട് സന്തോഷിച്ചു. എന്നാ ഞാൻ സന്തോഷിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ഇരട്ടി ദുഃഖിക്കുന്നുണ്ട്. അതെന്തിനാ? ഞാൻ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്റെ പല ആഗ്രഹങ്ങളും തനിക്ക് അടക്കി വെക്കേണ്ടി വരുന്നില്ലേ? അതെന്നെ സംബന്ധിച്ചിടത്തോളം
നീറ്റല. ഇത് തന്നെയല്ലേ പറഞ്ഞു തുടങ്ങിയത്? പിന്നെ വീണ്ടും അതിലേക്ക് എന്തിനാ പോന്നെ? കണ്ണേട്ടന്റെ ഉള്ളിൽ ഒരു വലിയ കുറ്റബോധമുണ്ട്. ആ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റബോധം എന്റെ മനസ്സിലുണ്ട്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? തനിക്ക് എന്ത് കുറ്റബോധം ഉള്ളത്? അതൊന്നും പറഞ്ഞ കണ്ണേട്ടന് മനസ്സിലാവില്ല. എന്താ മഹി? കണ്ണേട്ടന്റെ ഇത്തരം സംസാരങ്ങൾ എനിക്ക് വേദനയാ. ഈ ജന്മം കുട്ടികളെ താലോലിക്കാതെ, അവരെ ലാളിക്കാതെ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടി ഞാൻ കണ്ണേട്ടന് കൊടുക്കണമെന്ന ദൈവങ്ങൾ പോലും തീരുമാനിച്ചിരിക്കുന്നെ. പിന്നെ അതിനെ തിരുത്താൻ നമുക്ക് പറ്റുമോ കണ്ണേട്ടാ? കണ്ണേട്ടന്റെ ഹൃദയം തുടിക്കുമ്പോ ആ തുടിപ്പ് എനിക്കറിയാം. അതുപോലെ എനിക്കൊരു സങ്കടം വരുമ്പോ അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് കണ്ണേട്ടനും പറഞ്ഞു കഴിഞ്ഞു. അതാ നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം. അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കുക വേണ്ടത്. എനിക്കൊരു കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കണ്ണേട്ടാ. പക്ഷേ എനിക്കെന്റെ കണ്ണേട്ടനില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എന്റെ മനസ്സിൽ തട്ടിയാ പറയുന്നത്. അത്തരം വാക്കുകൾ എന്റെ ഉള്ളിൽ നിന്നാ വരുന്നേ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, അതൊക്കെ ചൂണ്ടിക്കാണിച്ച് രസിക്കാൻ ശ്രമിക്കും നമ്മളെ വെറുക്കുന്നവര്. അതൊന്നും കാര്യാക്കണ്ട. അന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ കണ്ണേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം തികഞ്ഞ കണ്ണേട്ടനെ എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ ആലോചിക്കുമായിരുന്നോ? കരുണയ്ക്കൊപ്പം എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റുമായിരുന്നോ? ഈ ജന്മം എനിക്ക് കിട്ടിയ ഭാഗ്യം, എനിക്ക് കിട്ടിയ പുണ്യം, അതാ എന്റെ കണ്ണേട്ടൻ. അത് മറ്റൊന്നും കൊണ്ടല്ല. ദൈവം വർഷങ്ങളോളം കാത്തിരുന്നിട്ട് എന്റെ അരികിലേക്ക് എത്തിച്ചതാ എന്റെ കണ്ണേട്ടനെ. ആ വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. കണ്ണേട്ടന് ഒരിക്കൽ കൂടി അതേപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടാവേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാ അത് വഴിമാറിപ്പോയത്. അത് തന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. എങ്കിലും കണ്ണേട്ടന് പകരം ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് മേഘേട്ടനല്ലേ? അവിടെ പോയിട്ട് മേഘേട്ടനെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. കണ്ണേട്ടന്റെ അമ്മാവൻ മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെ എനിക്ക് തോന്നിയത്. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ തന്നെ അമ്മാവനെ വിളിച്ച് കാര്യം പറയാം. എന്തായാലും താൻ പോയി മേഘനെ കണ്ടിട്ട് വന്നാൽ മതി. സാഗറിനോട് ഞാനിപ്പോ തന്നെ പറയാം തന്നെ കൂട്ടി പോവാൻ. അന്ന് അവന്റെ വീട്ടിൽ ചെന്നപ്പോഴും അവനെ താൻ വ്യക്തമായിട്ട് കണ്ടില്ലല്ലോ. മുഖം മൊത്തം പതപ്പിച്ച് നിൽക്കുന്ന മേഘനയല്ലേ താൻ കണ്ടത്? ആ, അവനും ഉണ്ണിയെപ്പോലെ സ്വാർത്ഥനായ ഒരു ചെറുപ്പക്കാരനാ. എന്തായാലും താൻ പറഞ്ഞതുപോലെ എനിക്ക് വരേണ്ട അപകടം അവന് വന്നത്. അതിന്റെ ഒരു വിഷമം എനിക്കുമുണ്ട്. ഇപ്പോ അവനെ വാർഡിലേക്ക് മാറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞേ. അതുകൊണ്ട് ഇനി കാണാൻ ബുദ്ധിമുട്ടില്ല. എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം. റെഡി ആയിക്കോ, ഞാൻ സാറിനെ വിളിച്ചു പറയാം. ആ, എടാ, അന്ന് നിന്നെ കാണാൻ ആ മഹാലക്ഷ്മി വന്നപ്പോ കാണാൻ പറ്റിയില്ലല്ലോ. അതിനവക്ക് വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ കണ്ണൻ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നെന്ന്. എന്താടാ? വരണ്ടെന്ന് പറഞ്ഞൂടായിരുന്നോ? എടാ, നിന്നെ വാർഡിലേക്ക് മാറ്റുന്നത് ഞാൻ പറഞ്ഞു. ആ ഹാവും വിളിച്ചപ്പോ പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്തിനാ എന്നെ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? ഞാൻ ഐസിലാന്ന് പറഞ്ഞൂടായിരുന്നോ? എടാ, കണ്ണനോട് എനിക്ക് കള്ളം പറയാൻ പറ്റൂടാ. എടാ, അവന് പരിചയമുള്ള ഹോസ്പിറ്റലാ. അവൻ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാ
എന്തിനാ കള്ളം പറഞ്ഞെന്ന് എന്നോട് ചോദിക്കത്തില്ലയോ? ഇതിപ്പോ വലിയ ശല്യായല്ലോ. ആ ജാതക ദോഷമുള്ളവള് ഒന്ന് വന്ന് കണ്ടിട്ട് പോട്ടെ മോനെ. ആ നമുക്കവളെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ തൽക്കാലം കണ്ണനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെ, എന്നു മാത്രമല്ല അവര് വരേണ്ട വിദ്യ നിനക്ക് വന്നതെന്ന് അത് കണ്ണനും അറിയാം. അതിന്റെ സിമ്പതി അവന് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ചെലവെല്ലാം അവൻ ചെയ്തോളാന്നാ പറഞ്ഞിരിക്കുന്നേ. എന്ന് മാത്രമല്ല ഇനിയിപ്പൊ കമ്പനിയിലോട്ടെത്താൻ വൈകിയാലും അവൻ നിന്റെ ശമ്പളം കൃത്യമായിട്ട് എത്തിച്ചു തന്നിരിക്കും. അതൊക്കെ എത്ര നാള് തുടരുമെന്ന് കണ്ടു തന്നെ അറിയണം. ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും അവൻ മുടക്കം വരുത്താറില്ലല്ലോ മോനെ. ആ ഇനിയിപ്പോ എല്ലാം മുടക്കം വരും. അതുപോലെ ഒരുത്തിയാ കൂടെ ഉള്ളത്. അവള് വന്ന ശേഷം ഉണ്ണിയുടെ ലൈഫ് പോലും നന്നായിട്ടല്ലല്ലോ പോകുന്ന. നമ്മുടെ കുടുംബം കുളം തോണ്ടാനായിട്ട് വന്ന പെണ്ണാമ്മ അവള്. പേരിൽ മാത്രം ലക്ഷ്മിയുള്ള മഹാലക്ഷ്മി. എടാ, അമ്മ പറഞ്ഞതുപോലെ ഇത്തവണ അവള് നിന്നെ വന്നൊന്ന് കണ്ടുപോയിക്കോട്ടടാ. അങ്ങനെ അവള് കണ്ടിട്ട് പോയാ ഇനി കാലനയുടെ സഹായം കണ്ണനിൽ നിന്ന് കിട്ടത്തില്ല. ഒരു കാരണവശാലും അവൾ എന്നെ കാണാൻ പാടില്ല. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അവളെപ്പോലെ ഒരുത്തി തന്നെ കണ്ണന്റെ ഭാര്യയായി പോയില്ലെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഞാൻ സാഗറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, എവിടേക്ക് പോകുമ്പോഴും സാഗറിനെയാണ് ഇപ്പൊ വിളിക്കുന്നത്. അതും കമ്പനി ഡ്രൈവറിനെ ഒഴിവാക്കിയിട്ട്. അതിനെന്താ ചേച്ചി, എനിക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ തന്നെയാ എനിക്കും കണ്ണേട്ടനും ഒക്കെ. ഞങ്ങൾക്ക് സാഗറിന് ഒത്തിരി ഇഷ്ടാ. ഞങ്ങളെന്ന് പറയാതെ മോളെ എനിക്കെന്ന് പറ. ചേച്ചി എന്ന് വിളിച്ചത് വലിയ കഷ്ടമായി പോയോ എന്തോ. ലക്ഷ്മി എന്നോ ലച്ചു എന്നോ വിളിച്ചാൽ മതിയായിരുന്നു. ആ മരം മണ്ടനാണെങ്കിൽ മഹി എന്നാ വിളിക്കുന്നത്. ലച്ചു എന്ന് വിളിച്ചാൽ ഇവക്ക് കൂടുതൽ ലാളെന്ന് തോന്നും. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഹോസ്പിറ്റലിലേക്ക്. ഏത് ഹോസ്പിറ്റലിലേക്ക്? മേഘേട്ടൻ കിടക്കുന്നില്ലേ, അങ്ങോട്ട് തന്നെ. അല്ല, അതിന് അദ്ദേഹത്തെ ഐസിന്ന് മാറ്റിയോ? ആ വാർഡിലേക്ക് മാറ്റിയെന്നാ പറഞ്ഞ്. അന്ന് പോയപ്പോ കാണാൻ പറ്റിയില്ലല്ലോ. ഇന്ന് ഏതായാലും കാണണം. അയ്യോ, അയാളെ വിളിച്ച് ഈ വിവരം പറയാനും പറ്റിയില്ലല്ലോ. ആ, ഇനി കാണുന്നെങ്കിൽ കാണട്ടെ. ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ പോരെ. ഇവിടെ ആക്ടിങ് തകർത്തേ പറ്റൂ. അയ്യോ, ഓ അമ്മേ. അയ്യോ മോനെ, മോനെ എന്താ മോനെ, എന്താ? എന്താന്നറിയില്ലമ്മേ, നല്ല നെഞ്ചുവേദന. അയ്യോ, ആ സമയത്ത് നെഞ്ചിടിച്ചാണോ അവിടെ വീണത്? ഒന്നും അറിയില്ലമ്മേ. അയ്യോ മോനെ, അപ്പോഴേ ബോധം പോയതല്ലേ. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ മോനെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര നെഞ്ചുവേദന. അയ്യോ, അത് നെഞ്ചിനാണോ കഴുത്തിനാണോ കയ്യിനാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലമ്മേ. അമ്മേ, അയ്യോ. മാമിട്ടാ, ഇവന് ഭയങ്കര നെഞ്ചുവേദനയെന്ന്. വേദനയോ? പറ്റിയടാ? എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റാക്ക് ആണോന്ന് സംശയമുണ്ട്. അയ്യോ അയ്യോ, എന്നെ ഐസിലാക്കമ്മേ. അയ്യോ അയ്യോ, എന്റെ നെഞ്ച്. മോനെ, അയ്യോ എനിക്ക് വയ്യ മോനെ. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. പെട്ടെന്ന് ആവട്ടെ, എനിക്ക് തീരെ വയ്യ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്ന? പോയിട്ട് വാ. അയ്യോ, ഒന്നുമില്ല മോനെ. മോനെ, എന്റെ ഹൃദയം നിന്നുപോയി. പേടിക്കണ്ട. അയ്യോ, ഒന്നുമില്ല. ഞാനിപ്പോ ചത്തുവേ.
ഇന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റുമായിരിക്കും ചേച്ചി. ICU വാർഡിലേക്ക് മാറ്റിയല്ലോ, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞേക്കും. സാഗർ വരുന്നോ? ഏയ് ഇല്ല, ചേച്ചി പോയിട്ടോ. ശരി. അയ്യോ, ഞാനിപ്പോ ചത്തു.